ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോട്ടൽ കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഓരോ കോസ്റ്റും എന്താന്ന് കണ്ടു, TC, TVC, TFC ഒക്കെ എന്താന്ന് കണ്ടു, അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ പ്രസന്റേഷൻ കണ്ടു. മൂന്നും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഡയഗ്രം കണ്ടു. ടോട്ടൽ കോസ്റ്റും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ഇൻക്ലൂഡ് ചെയ്യിച്ചുകൊണ്ട് ഒരു സിംഗിൾ ഡയഗ്രം നമ്മൾ കണ്ടു. ഇനി എന്താണ് റിലേഷൻഷിപ്പ് എന്ന് നോക്കാം. റിലേഷൻഷിപ്പിൽ നമ്മൾ കൊടുത്തിരിക്കുകയാണ് TFC പാരലൽ ആണെന്ന് പറഞ്ഞു, എക്സ് ആക്സിസിന് പാരലൽ ആണ്, ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പറഞ്ഞു. ദിസ് കർവ് സ്റ്റാർട്ട്സ് ഫ്രം ദ പോയിന്റ് ഓൺ ദ y ആക്സിസ്, മീനിങ് thereby that fixed cost will be incurred even if the output is 0. അതായത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് y ആക്സിസിൽ നിന്നാണ് അല്ലെ. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് സ്റ്റാർട്ട്സ് ഫ്രം y ആക്സിസ്. എന്തുകൊണ്ടാണ്? ഫിക്സഡ് കോസ്റ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഓക്കെ, ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, 0 ആയിരിക്കില്ല. ഓൺ ദ അതർ ഔട്ട്പുട്ട് 0 ആയാലും ഫിക്സഡ് കോസ്റ്റ് 0 പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ. On the other hand, total variable cost curve rises upward, showing thereby that as output increases, total variable cost also increases. രണ്ടാമത് പറയുന്നത് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ഇൻക്രീസ് ചെയ്യും. ദിസ് കർവ് സ്റ്റാർട്ട്സ് ഫ്രം ദ ഒറിജിൻ. ഈ കർവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഒറിജിൻ. എന്തുകൊണ്ടാണ്? 0 ഔട്ട്പുട്ടിൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് 0 ആയിരിക്കും. ഓക്കെ, വേരിയബിൾ കോസ്റ്റ് ഈസ് നിൽ. വെൻ ദ ഔട്ട്പുട്ട് ഈസ് 0, വേരിയബിൾ കോസ്റ്റ് ഈസ് നിൽ. അതുകൊണ്ട് സ്റ്റാർട്ട്സ് ഫ്രം ഒറിജിൻ. ദെൻ ടോട്ടൽ കോസ്റ്റ് കർവ്. ടോട്ടൽ കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് കർവ് ബൈ ആഡിങ് വെർട്ടിക്കലി ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. നമുക്കറിയാം ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇതാണ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഈ ഒരു കർവാണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ഇവിടെ നിന്നാണ് ടോട്ടൽ കോസ്റ്റിന്റെ കർവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ടോട്ടൽ കോസ്റ്റും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇനി നമുക്കതിൽ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് നോക്കാം. ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. Total fixed cost is a constant quantity. Average fixed cost will steadily fall as output increases. Thus, the average fixed cost curve slopes downward throughout the length. നമ്മൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എങ്ങനെയാണ് കണ്ടത്? ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു, അതുപോലെ തന്നെ പാരലൽ ടു എക്സ് ആക്സിസ് ആയിരുന്നു. പക്ഷെ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഫോളിംഗ് കർവ് ആണ്. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് വിൽ സ്റ്റഡിലി ഫോൾ ആസ് ഔട്ട്പുട്ട് ഇൻക്രീസസ്. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്തോറും ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഫോൾ ചെയ്ത് വരുന്നു. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് സ്ലോപ്പ് ഡൗൺവേർഡ് ആണ്. നമ്മൾ ഡിമാൻഡ് കർവ് ഒക്കെ വരയ്ക്കുമ്പോൾ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് ത്രൂ ഔട്ട് ദ ലെങ്ത്. എങ്ങനെയാണ് AFCയുടെ ഷേപ്പ് നോക്കി? AFC ഫസ്റ്റ് ഇൻക്രീസ് ആണ്, ദെൻ കോസ്റ്റ് കുറഞ്ഞ് 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 ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്തോറും, ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്തോറും ഫിക്സഡ് കോസ്റ്റ് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കോസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇൻ ഫിഗർ ദ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ് വിത്ത് വ്യൂ ടു ടച്ച് ദ ഹൊറിസോണ്ടൽ ആക്സിസ്. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, ദെൻ അത് എങ്ങനെയാണ് പോകുന്നത്? ഹൊറിസോണ്ടൽ ആക്സിസുമായിട്ട് ടച്ച് ചെയ്യാൻ പാകത്തിലാണ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഡൗൺവേർഡിലേക്ക് വരുന്നത്, സ്ലോപ്പ് കാണിക്കുന്നത്. ബട്ട് ഇറ്റ് വിൽ നോട്ട് ബി സോ ബിക്കോസ് AFC ക്യാൻ നെവർ ബി 0. പക്ഷെ ഒരിക്കലും ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്തായിട്ട് മാറില്ല? 0 ആയിട്ട് മാറില്ല. Thus it is clear that as output increases, average fixed cost goes on diminish. അപ്പോൾ അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്തോറും ഔട്ട്പുട്ട് ഇത്രയും ഔട്ട്പുട്ടിലപ്പോൾ ഇത്രയും കോസ്റ്റ് ഉണ്ടായിരുന്നു, ഔട്ട്പുട്ട് ഇവിടം വരെ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇത്രയും കോസ്റ്റേ ഉള്ളൂ. ഇത്രയും ഔട്ട്പുട്ട് ആണെങ്കിൽ കോസ്റ്റ് വീണ്ടും കുറഞ്ഞു. അപ്പോൾ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്തോറും ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഗോസ് ഓൺ ഡിമിനിഷിങ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആണെങ്കിൽ റിമെയിൻസ് സെയിം. വാട്ട് എവർ ബി ദ ഔട്ട്പുട്ട്, ഫിക്സഡ് കോസ്റ്റ് റിമെയിൻസ് സെയിം ആണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. പക്ഷേ ഇവിടെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്തോറും ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഡിമിനിഷിങ്. ഓക്കെ, ഇനി ആവറേജ് വേരിയബിൾ കോസ്റ്റ് നോക്കാം. Average variable cost is the total variable cost divided by number of unit of output produced. Average variable cost എന്ന് പറയുന്നത് total variable cost divided by output.
ABC equal നമുക്ക് എങ്ങനെ കൊടുക്കാം TVC divided by Q. ABC എന്ന ആവറേജ് വേരിയബിൾ കോസ്റ്റ്, TVC ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, Q ഔട്ട്പുട്ട്. അങ്ങനെയാണ് നമ്മൾ ആവറേജ് വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കുക. ഇനി ആവറേജ് വേരിയബിൾ കോസ്റ്റ് എങ്ങനെയാണ് അതിൻ്റെ കർവ് വരയ്ക്കാൻ നോക്കാം. ABC falls as output increases from 0 to the normal capacity output due to the law of increasing returns. Average variable cost first സ്റ്റേജിൽ നോക്കി ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഫോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കോസ്റ്റ് കുറയുവാണ്. അത് കഴിഞ്ഞൊരു പോയിന്റിൽ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഏറ്റവും മിനിമം ആയിട്ട് മാറി, ദെൻ വീണ്ടും ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ നമുക്ക് നോക്കാം. ABC falls as output increases from 0 to the normal capacity output due to the law of increasing return, but beyond the normal capacity output ABC will rise steeply. ആ ഒരു നോർമൽ കപ്പാസിറ്റി ഔട്ട്പുട്ട് ഉണ്ട്. ആ ഒരു ഇപ്പോൾ ഇവിടെ നമുക്ക് നോർമൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എക്സ് ആണ്. ആ എക്സ് എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ടിൽ ആണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഏറ്റവും മിനിമം ആയിട്ട് മാറുന്നത്. ആഫ്റ്റർ ദാറ്റ് വീണ്ടും അത് ഇൻക്രീസ് ചെയ്യാണ്. ഓക്കെ, പിന്നെ ABC will rise steeply, പിന്നെ സ്റ്റീപ്പായിട്ട് റൈസ് ചെയ്യുന്നു ബിക്കോസ് ഓഫ് ദ ഓപ്പറേഷൻ ഓഫ് ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ്. അപ്പോൾ ആദ്യത്തെ ഒരു പാർട്ടിൽ ആവറേജ് വേരിയബിൾ കോസ്റ്റ്, പ്രൊഡക്ഷനുള്ള കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനുള്ള റീസൺ ഇൻക്രീസിങ് റിട്ടേൺസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഡിമിനിഷ് ചെയ്തു, കോസ്റ്റ് കുറഞ്ഞ് ഈ ഒരു പോയിന്റ് വരെ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഡിക്ലൈൻ ചെയ്തു. ദെൻ ഈ ഒരു മിനിമം ഔട്ട്പുട്ട് റീച്ച് ചെയ്തതിന് ശേഷം എക്സ് എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ടിലാണ് ഏറ്റവും കുറഞ്ഞ കോസ്റ്റ് വന്നിരിക്കുന്നത്. ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഏറ്റവും കുറവായിട്ടുള്ള പോയിന്റ് എക്സ് എന്ന് പറയുന്ന പോയിന്റ് ആണ്. അതിനുശേഷം വീണ്ടും ആവറേജ് വേരിയബിൾ കോസ്റ്റ് സ്റ്റീപ്പായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ വർക്കൗട്ട് ആവുന്നത് ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് കൊണ്ടാണ്. റിട്ടേൺ കുറയുന്നത് കൊണ്ടാണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നത്. ഇൻ ഫിഗർ ദ ആവറേജ് വേരിയബിൾ കോസ്റ്റ് curve assumes the U-shape. Average variable cost curve shape U-shaped curve ആണ്. Initially the ABC curve falls. After having the minimum point the curve starts rising. അപ്പോൾ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഫോളോ ചെയ്യാണ്, അതുകഴിഞ്ഞ് മിനിമം പോയിന്റിലേക്ക് എത്തി, വീണ്ടും കർവ് സ്റ്റാർട്ട്സ് റൈസിങ്. അപ്പോൾ ആവറേജ് വേരിയബിൾ കോസ്റ്റിന്റെ ഷേപ്പ് എല്ലാവർക്കും മനസ്സിലായി. U-shape curve ആണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. Then average total cost അല്ലെങ്കിൽ average cost. Average cost of production is the total cost per unit of output. In other words, average cost of production is the total cost of production divided by total number of units produced. എന്താണ് ആവറേജ് കോസ്റ്റ് അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ്. ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്. ഇനി നമുക്ക് നോക്കാം. ടോട്ടൽ കോസ്റ്റ് 500 ആണ്. ടോട്ടൽ കോസ്റ്റ് 500 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കോസ്റ്റ് 1000 ആണ്. പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ടാണ് 500. അതേസമയം ടോട്ടൽ കോസ്റ്റ് 1000 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 1000 ഡിവൈഡഡ് ബൈ 500 ഈക്വൽ 2 ആണ് ആവറേജ് കോസ്റ്റ്. അപ്പോൾ ആവറേജ് കോസ്റ്റ് എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി. ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് കോസ്റ്റ് അല്ലെങ്കിൽ ആവറേജ് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ആവറേജ് ടോട്ടൽ കോസ്റ്റും ആവറേജ് കോസ്റ്റും, അതായത് ആവറേജ് ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റ് എങ്ങനെയാണ് അതിന് നമുക്ക് ടേബിളിൽ കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് കോളം യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. ദെൻ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് സെയിം ആണ്, എല്ലാത്തിലും 40 ആണ് തന്നിരിക്കുന്നത്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ദെൻ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുക. ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും നമ്മൾ ആഡ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ടോട്ടൽ കോസ്റ്റിൻ്റെ കോളം കിട്ടി. ദെൻ ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ TC ബൈ ഔട്ട്പുട്ട് ചെയ്താൽ പോരെ. ഓരോന്നും ഓരോ വാല്യൂസും 40/0, 60/1 അങ്ങനെ ഓരോ വാല്യൂസും ടോട്ടൽ കോസ്റ്റ് ബൈ യൂണിറ്റ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കാം. ദെൻ ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ യൂണിറ്റ്സ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് 40 ഡിവൈഡ് ബൈ 0,
അതുപോലെ തന്നെ 40/1, 40/2 എല്ലാം ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ടാണ് നമ്മുടെ ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. ദെൻ ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ആവറേജ് വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൻ്റെയും ഓരോ വാല്യൂസ് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് വേരിയബിൾ കോസ്റ്റും കണ്ടുപിടിക്കാം. അപ്പോൾ അതിൽ TFC, TVC, TC, ASC, AFC, AVC. ഇനി ഓരോന്നും കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻസ് അവിടെ തന്നിട്ടുണ്ട്. AC കണ്ടുപിടിക്കാൻ TC/Q ആണ്. അല്ലെങ്കിൽ AC കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? AFC തന്നിട്ടുണ്ടെങ്കിൽ AFC പ്ലസ് AVC കണ്ടുപിടിച്ചാൽ മതി. AFC കണ്ടുപിടിക്കാൻ TFC ഡിവൈഡഡ് ബൈ Q. TFC/Q AFC കിട്ടും. AVC കാണാൻ TVC ഡിവൈഡഡ് ബൈ Q ചെയ്ത് കഴിഞ്ഞാൽ AVC കിട്ടും. ദെൻ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണം. ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ TFC പ്ലസ് TVC ചെയ്യാം. ഓക്കെ, അപ്പോൾ TC കണ്ടുപിടിക്കാനായിട്ട് TFC പ്ലസ് TVC, AC കണ്ടുപിടിക്കാൻ AFC പ്ലസ് AVC. ഇനി അതിൻ്റെ ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് നമ്മൾ നേരത്തെ കണ്ടു, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു കർവാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ കണ്ടത് ആവറേജ് കോസ്റ്റ് ആണ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആണ്. ആവറേജ് വേരിയബിൾ കോസ്റ്റും ആദ്യം ഒരു ഇൻക്രീസിങ് റിട്ടേൺസ് കാണിച്ച് കോസ്റ്റ് കുറഞ്ഞു വന്നു. പിന്നെ ഒരു മിനിമം പോയിന്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കോസ്റ്റ് കുറഞ്ഞു. പിന്നെ അഗെയിൻ സ്റ്റീപ്പായിട്ട് വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ നമ്മളതും വരച്ചു. ദെൻ ആവറേജ് കോസ്റ്റ്. ആവറേജ് കോസ്റ്റും നേരത്തെ ആവറേജ് വേരിയബിൾ കോസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഡിക്രീസ് ചെയ്തു കോസ്റ്റ്. പിന്നെ ഒരു മിനിമം പോയിന്റിലേക്ക് കോസ്റ്റ് വളരെ ഒരു മിനിമം പോയിന്റ് ആയിട്ട് നിന്നു. വീണ്ടും കോസ്റ്റ് സ്റ്റീപ്പായിട്ട് തന്നെ ഇൻക്രീസ് ചെയ്യുകയാണ്. ദെൻ മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് വരയ്ക്കുമ്പോൾ മാർജിനൽ കോസ്റ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു ആവറേജ് വേരിയബിൾ കോസ്റ്റ് മിനിമം ആവുന്ന പോയിന്റ്. ആവറേജ് വേരിയബിൾ കോസ്റ്റ് മിനിമം ആയിട്ടുള്ള പോയിന്റ് ആണ് പോയിന്റ് B. ഈ ഒരു മിനിമം പോയിന്റിലൂടെ കട്ട് ചെയ്ത് പോകുന്ന കർവാണ് മാർജിനൽ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ AFC, AVC, AC വരച്ചു. അതിൽ മാർജിനൽ കോസ്റ്റ് AFCയെ കട്ട് ചെയ്ത് പോയി. ദെൻ AVCയുടെ മിനിമം പോയിന്റ്, ഒപ്റ്റിമം ആയിട്ടുള്ള ഏറ്റവും ലോ കോസ്റ്റിലുള്ള മിനിമം പോയിന്റിലൂടെ കട്ട് ചെയ്ത് പോയി. ദെൻ ആവറേജ് കോസ്റ്റിൻ്റെ മിനിമം പോയിന്റ് അല്ല, അതിൽ നിന്ന് അല്പം നീങ്ങി. ആവറേജ് കോസ്റ്റിൻ്റെ ഏറ്റവും മിനിമം ആയിട്ടുള്ള പോയിന്റ് അല്ല, അവിടെ നിന്ന് കുറച്ച് നീങ്ങിയാണ് കട്ട് ചെയ്ത് പോയിരിക്കുന്നത് MC. അപ്പോൾ അവിടെ ആ പോയിന്റിൽ AC = MC എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഔട്ട്പുട്ടാണ്, Y ആക്സിസിൽ കോസ്റ്റാണ് നമ്മൾ മാർക്ക് ചെയ്തത്. എല്ലാ കോസ്റ്റും ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ACയും MCയും AFCയും AVCയും എല്ലാ കോസ്റ്റുകളും നമ്മുടെ Y ആക്സിസിൽ തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി മാർജിനൽ കോസ്റ്റ് ആണ് അടുത്തതായിട്ട്. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർജിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. മാർജിനൽ കോസ്റ്റ് അഡീഷൻ ടു ടോട്ടൽ കോസ്റ്റ് ആണ്. അഡീഷൻ ടു ടോട്ടൽ കോസ്റ്റ് ഡ്യൂ ടു ദ അഡീഷൻ ഓഫ് 1 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. അഡീഷണൽ ആയിട്ട് ഒരു യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വരുന്ന അഡീഷണൽ കോസ്റ്റ് ആണ് മാർജിനൽ കോസ്റ്റ്. ഓക്കെ, മാർജിനൽ കോസ്റ്റ് നമുക്ക് അല്ലെങ്കിൽ അഡീഷണൽ കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ കോസ്റ്റ് എന്ന് പറയാം. പ്രൊഡ്യൂസിങ് 1 more യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. 1 more യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വരുന്ന എക്സ്ട്രാ കോസ്റ്റ് ആണ് മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. TCn-TCn-1 ആണ് അല്ലേ? TCn-TCn-1 ആദ്യത്തെ വാല്യൂ ടോട്ടൽ കോസ്റ്റിൻ്റെ ബ്ലാങ്ക് കൊടുത്തു. അടുത്തത് തൊട്ട് നമ്മൾ 70 - 60, 76 - 70, 78 - 76 അങ്ങനെ ഓരോന്നും മൈനസ് ചെയ്ത് എഴുതി. അതാണ് നമ്മുടെ MCയുടെ വാല്യൂ. MCയുടെ കർവിൻ്റെ ഷേപ്പ് മനസ്സിലാക്കി വെക്കുക. ഇതുപോലെ തന്നെ U ഷേപ്പ് കർവാണ്. മാർജിനൽ കോസ്റ്റ് ഇതുപോലെ തന്നെ ആദ്യം ഡിമിനിഷ് ചെയ്തു. മാർജിനൽ കോസ്റ്റ് കുറഞ്ഞു വന്നു. ദെൻ ഔട്ട്പുട്ട് ഒരു പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും കോസ്റ്റ് ഏറ്റവും മിനിമം ആയിട്ട് മാറി. ദെൻ മാർജിനൽ കോസ്റ്റ് വീണ്ടും അപ്വേർഡ് ഡയറക്ഷനിൽ വീണ്ടും ഇൻക്രീസ് ചെയ്തു. അതാണ് MC കർവ് റീച്ചസ് ദ മിനിമം പോയിന്റ്. ഇവിടെ നോക്കാം, ഔട്ട്പുട്ട് ഈസ് ഇൻക്രീസ്ഡ് ഇനിഷ്യലി, MC കർവ് ഫോൾസ്. ഫസ്റ്റ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ MC കർവ് ഫോൾ ചെയ്യണം. ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ മിനിമം പോയിന്റിലേക്ക് എത്തുന്ന കോസ്റ്റ്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് സ്റ്റാർട്ട്സ് റൈസിങ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ അതാണ് മാർജിനൽ കോസ്റ്റിൻ്റെ ഷേപ്പ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.